നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെ UK-യിൽ കുടിയേറിയവരെ ഭീതിയിലാക്കി കലാപങ്ങൾ. UK-യിലെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര വലതുപക്ഷ കലാപങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. UK-യിൽ കുടിയേറിയ മലയാളികളിൽ ഭൂരിഭാഗം പേരും NHS-ൽ ജോലി ചെയ്തു വരുന്ന നഴ്സുമാരാണ്. ഇത്തരം വംശീയ പ്രക്ഷോഭങ്ങൾ ജീവനക്കാരെ ബാധിക്കുന്നതായി NHS ഇംഗ്ലണ്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അമാൻഡ പ്രിച്ചാർഡ് പറയുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ കമന്റുകളും കുടിയേറ്റ വിരുദ്ധ പ്രകടനങ്ങൾ വർദ്ധിച്ചതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ കനത്ത ആശങ്കയിലാണ്. ഇത്രയും നാൾ അഭിമുഖീകരിക്കാത്ത സുരക്ഷാ ഭീഷണികളാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് പലരും പറയുന്നു. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര വലതുപക്ഷ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിനിടെ സൗത്ത് പോർട്ടിലെ ആക്രമണത്തിൽ പരിക്കുപറ്റിയ എല്ലാവരും ആശുപത്രി വിട്ടു. കുടിയേറ്റ വിരുദ്ധ സമരത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. ആദ്യത്തെ ജീൻ എഡിറ്റിംഗ് തെറാപ്പിക്ക് രക്തത്തിലെ തകരാറുകൾ ഭേദമാക്കാമെന്ന് റിപ്പോർട്ടുകൾ. സിക്കിൾ സെൽ ഡിസീസ്, ബീറ്റ തലസീമിയ തുടങ്ങിയ ഗുരുതരമായ രക്തരോഗങ്ങൾ ചികിത്സിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ക്ലിനിക്കൽ ഉപയോഗത്തിനായി അംഗീകരിച്ച ആദ്യ ജീൻ എഡിറ്റിംഗ് തെറാപ്പി. ഈ തെറാപ്പി പലപ്പോഴും CRISPR-Cas9 സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ അവസ്ഥകൾക്ക് കാരണമായ ജനിതക വൈകല്യങ്ങൾ ശരിയാക്കാൻ രോഗിയുടെ DNA എഡിറ്റ് ചെയ്യുന്നു. വെസ്റ്റ് ലണ്ടനിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയായ കീർത്തന ബാലചന്ദ്രൻ ട്രാൻസ്ഫ്യൂഷൻ ആശ്രിത ബീറ്റ തലാസമിയയുടെ മികച്ച ജീൻ എഡിറ്റിംഗ് തെറാപ്പി സംബന്ധിച്ച വാർത്തകളിൽ നിറയുന്നു. 3 മാസം പ്രായമുള്ളപ്പോൾ TDT രോഗനിർണയം നടത്തി 21-കാരിയായ കീർത്തന തന്റെ അവസ്ഥ നിയന്ത്രിക്കാൻ ഓരോ 3 ആഴ്ച കൂടുമ്പോഴും പതിവായി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ ആശ്രയിച്ചിരുന്നു. ഒരു കോഴ്സിന് 1.65 മില്യൺ പൗണ്ട് ചിലവ് വരുന്ന ഈ തെറാപ്പി NHS-ൽ ഡിസ്കൗണ്ട് നിരക്കിൽ ലഭ്യമാണ്. ജനിതക ബ്ലഡ് ഡിസോർഡേഴ്സ് പരിഹരിക്കുന്നതിൽ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണിത്. കീർത്തന ഇപ്പോൾ ഡോക്ടറാകാൻ പഠിക്കുന്നു. മെഡിറ്ററേനിയൻ, ദക്ഷിണേഷ്യൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ, മിഡിൽ ഈസ്റ്റേൺ പശ്ചാത്തലത്തിലുള്ളവരെയാണ് ബീറ്റ തലാസമിയെ പ്രധാനമായും ബാധിക്കുന്നത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി നെടുമ്പാശ്ശേരി വിമാനത്താവള അധികൃതർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന യാത്രക്കാർ വിമാനത്താവളത്തിലെ വിവിധ പ്രക്രിയകൾക്ക് കൂടുതൽ സമയം എടുത്തേക്കാമെന്നും അതിനാൽ നേരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും അറിയിച്ചു. പതിവ് സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഈ മാസം 20 വരെയാണ് സുരക്ഷാ പരിശോധനകൾ. ഹൾ സിറ്റി സെന്ററിൽ നടന്ന കലാപത്തിൽ 3 ആൺകുട്ടികൾ അറസ്റ്റിൽ. 2024 ഓഗസ്റ്റ് 3 ശനിയാഴ്ച ഹൾ സിറ്റി സെന്ററിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ 15, 16, 17 വയസ്സ് പ്രായമുള്ള 3 കൗമാരക്കാരും 20 വയസ്സുള്ള ഒരാളും ഉൾപ്പെടുന്നു. അക്രമാസക്തമായ ക്രമക്കേട് ആരോപിച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റൊരു സംഭവത്തിന്റെ ഭാഗമായി ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് 17-കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 30-ലധികം ആളുകളാണ് സിറ്റി സെന്ററിൽ ഇമിഗ്രേഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. അക്രമാസക്തരായ ആളുകൾ കടകൾ കൊള്ളയടിക്കുകയും ഒരെണ്ണം കത്തിക്കുകയും ചെയ്തിരുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട് 2 പേരെ ചൊവ്വാഴ്ച ഹൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. UPI ഇടപാടുകളിൽ വൻ മാറ്റത്തിന് നീക്കം. UPI ഇടപാടുകളിൽ വൻ മാറ്റം വരുത്താനുള്ള പദ്ധതിയുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ നിലവിലെ പിൻ നമ്പറുകളും OTPയും ഒഴിവാക്കുമെന്നാണ് വിവരം. ഓരോ തവണയും പണമിടപാട് നടത്താൻ നിശ്ചിത പിൻ നമ്പർ നൽകുന്ന നിലവിലെ രീതി മാറ്റാൻ ബദൽ സംവിധാനം കൊണ്ടുവരാനാണ് നീക്കം. നിലവിലുള്ള അഡീഷണൽ ഫാക്ടർ ഒതന്റിക്കേഷൻ രീതിക്ക് സമാന്തരമായ മറ്റു സാധ്യതകൾ തേടണമെന്ന് റിസർവ് ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ നീക്കം. പിൻ നമ്പറും പാസ്വേഡും അല്ലാതെ വിരലടയാളം പോലുള്ള ബയോമെട്രിക് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനായിരുന്നു റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച വിവിധ തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ബ്രിട്ടനിൽ ഒരാഴ്ചയായി തുടരുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ തെരുവിലിറങ്ങി ജനങ്ങൾ. സമാധാനപ്രിയരായ ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങി അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകി. വാൾത്താംസ്റ്റോവിലും ഹാരോയിലും, ബർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, നോർത്താംപ്ടൺ, സൗത്താംപ്ടൺ, ലിവർപൂൾ, ഷെഫീൽഡ്, ആൾഡർഷോട്ട്, ന്യൂക്യാസിൽ തുടങ്ങിയ സിറ്റികളിലും എല്ലാം സമാധാന ആഹ്വാനമായി തെരുവിൽ തടിച്ചുകൂടിയത് 10,000-ങ്ങളാണ്. ഇതോടെ ഇന്നലെ രാത്രി 8 മണിക്ക് രാജ്യത്തെ 38 സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ കലാപകാരികൾ പ്രകടനങ്ങൾ നടത്തിയില്ല. അപൂർവ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ കലാപങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കെന്റിലെ ചാത്തമിൽ കുടിയേറ്റ വിരുദ്ധരും സമാധാന പ്രകടനക്കാരും ഇരുവശത്തുമായി അണിനിരന്നതിനെ തുടർന്ന് ഇരുകൂട്ടരെയും പോലീസ് സമാധാനപരമായി പിരിച്ചുവിട്ടു. കലാപകാരികൾക്കെതിരെ അതിശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. അക്രമികളെ നേരിടാൻ പോലീസും കോടതിയും സജ്ജമായിരിക്കുകയാണെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ മുന്നറിയിപ്പ് നൽകി. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ